ലോകം കണ്ട ഏറ്റവും മികച്ച പരിശീലകനായ അലക്സ് ഫെർഗൂസൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അറ്റാക്ക് വിൻസ് യുവർ ഗെയിംസ്, ഡിഫൻസ് വിൻസ് യുവർ ടൈറ്റിൽ. നിങ്ങൾക്കൊരു നല്ല മുന്നേറ്റത്തിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മത്സരങ്ങൾ വിജയിക്കാൻ കഴിയും. എന്നാൽ ഒരു ഡിഫൻസ്, ഒരു നല്ല പ്രതിരോധത്തിനുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രോഫികൾ നേടാൻ സാധിക്കുകയുള്ളൂ. ഞാനിത് പറയാൻ കാരണം 2023-24 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഏറ്റവും മികച്ച പ്ലെയറായ സഹൽ അബ്ദുൽ സമദ് എന്ന താരത്തെ ഒരു സ്വാപ്പ് ഡീലിലൂടെ ATKയിലേക്ക് വിട്ടയക്കുന്നുണ്ട്. എന്നാൽ സഹലിന് പകരമാകട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത് ATKയുടെ ക്യാപ്റ്റൻ മെറ്റീരിയലായ പ്രീതം കോട്ടാൽ എന്ന ഇന്ത്യൻ ഡിഫൻഡറെ ആയിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികം ആരാധകരും ഈ ഒരു ഡീലിൽ തൃപ്തരായിരുന്നില്ല. കാരണം സഹൽ അബ്ദുൽ സമദിനെ പോലത്തെ ഒരു ക്രിയേറ്റീവായ പ്ലെയറെ കൊടുത്തിട്ടാണ് ഒരു ഡിഫൻഡറെ വാങ്ങിയതെന്ന് പലരും ഒരു പ്രതീക്ഷയില്ലാതെയായിരുന്നു ഈ ഒരു ട്രാൻസ്ഫറെ നോക്കിക്കണ്ടത്. എന്നാൽ ചില ആരാധകർ ഈ ഒരു നീക്കത്തെ തങ്ങളുടെ ഇമോഷനുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു നല്ല നീക്കമായി കണക്കാക്കിയിട്ടുമുണ്ടായിരുന്നു. എന്നാൽ 2023-24 സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ATKയിലേക്ക് പോയ സഹൽ അബ്ദുൽ സമദ് ടീമുമായി പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ആവുകയും അവിടെ നിറഞ്ഞാടുന്നതാണ് ആരാധകർക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ മറുഭാഗത്ത് ഓൾറെഡി പ്രീതം കോട്ടാലിൻ്റെ നീക്കത്തിൽ തൃപ്തിപ്പെടാത്ത ആരാധകർക്ക് മുമ്പിൽ പ്രീതം കോട്ടാൽ എന്ന പ്രതിരോധ വൻമതിലിന് ആ സീസണിൽ ATKയിലെ പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ കഴിയാത്തൊരവസ്ഥ. ശരിയാണ്, ATKയിലെ പ്രതിരോധത്തിലെ വൻമതിലായിരുന്നു പ്രീതം. അവരുടെ കിരീട നേട്ടത്തിൽ പ്രധാന പങ്ക് വഹിച്ച താരമായിരുന്നു. കൂടാതെ ദ ഇന്ത്യൻ ഇൻ്റർനാഷണലൊക്കെ ആയിരുന്നു പ്രീതം. പക്ഷേ എന്ത് പറയാൻ, ആ തെളിവൊന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ കുപ്പായത്തിൽ നമുക്ക് കഴിഞ്ഞ സീസണിലൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതിനെ ചൊല്ലി പലരും പ്രീതം കോട്ടാലിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു. ഈ സീസണിൽ തിരിച്ച് ATKയിലേക്ക് തന്നെ പ്രീതം കോട്ടാൽ തിരിച്ചു പോകുമെന്ന റൂമറുകൾ വലിയ തരത്തിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ 2024-25 ISLൻ്റെ 11ാം സീസൺ മിക്കാലിസ് ടെഹേറ എന്ന നമ്മുടെ പുതിയ പരിശീലകൻ്റെ കീഴിൽ പലരും പ്രശംസിക്കാൻ മറന്നു പോകുന്ന ഒരു അണ്ടർറേറ്റഡ് പ്ലെയറായി പ്രീതം മാറുന്നുണ്ട്. കഴിഞ്ഞ സീസണിലെ തൻ്റെ എല്ലാ പിഴവുകൾക്കും അയാൾ കൃത്യമായി തന്നെ മറുപടി നൽകുന്നുണ്ട്. കളിയുടെ 90 മിനിറ്റും സെയിം എനർജിയോടെ ഒരു ചാവേറിനെ പോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലെ വൻമതിലായി തീരുകയാണ് പ്രീതം കോട്ടാൽ. അദ്ദേഹത്തിന് തൻ്റെ കളിയോടുള്ള പാഷൻ ആൻഡ് ഡെഡിക്കേഷനൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മുന്നേറ്റത്തിനിടയിലേക്ക് പ്രീതം നൽകുന്ന കൃത്യമായ പാസുകൾ, എതിരാളികളെ താഴിട്ട് പൂട്ടുന്ന ശൈലി, ആദ്യ മത്സരത്തിൽ ജീസസ് ജിമിനസ് നേടിയ ഗോളിന് വേണ്ടിയുള്ള ഒരു കിടിലൻ ക്രോസ്, ഇതെല്ലാം കഴിഞ്ഞ വർഷം പലരും വിമർശിച്ച പ്രീതം കോട്ടാലിൽ നിന്നുമാണെന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കഴിഞ്ഞ മത്സരത്തിലെ വിജയത്തിൽ പലരും നോഹയെയും പെപ്രയുമെല്ലാം പ്രശംസ കൊണ്ട് മൂടിയപ്പോൾ പ്രതിരോധത്തിലെ നമ്മളുടെ വിശ്വാസവും പ്രതീക്ഷയുമായ പ്രീതത്തെ നിങ്ങളുടെ പ്രശംസയിൽ നിങ്ങൾ മറന്നു പോകരുതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ATKയിലെ ആ പ്രീതം കോട്ടാൽ ഒരു സംഭവം തന്നെ ആയിരുന്നതിൽ യാതൊരു സംശയവുമില്ല. അവരുടെ കിരീടനെറ്റിലെ പ്രധാന പങ്ക് വഹിച്ചത് അവരുടെ ഡിഫൻസ് ആയിരുന്നതിലും യാതൊരു സംശയവുമില്ല. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ പ്രീതം കോട്ടാലിനെ നമ്മുടെ ഡിഫൻസിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ സീസണിൽ പ്രീതം കോട്ടാൽ എന്ന താരത്തിന് കാര്യമായിട്ടൊന്നും തിളങ്ങാൻ സാധിച്ചില്ല. പക്ഷേ അതിനെല്ലാം 10 മടങ്ങ് ആവശ്യത്തോടെ കഴിഞ്ഞ സീസണിൽ നിന്നെല്ലാം വളരെ വിഭിന്നമായിട്ട് തോന്നുകൊണ്ട് തന്നെ ഇറങ്ങി കളിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ATKയിലൊക്കെ കണ്ട ആ പ്രൈം വേർഷൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുപ്പായത്തും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ സമയം ഈ ടീമിന് വേണ്ടി ഒരു കപ്പ് ഉയർത്തി കൊടുക്കുമെന്ന് അന്ന് പറഞ്ഞ താരമായിരുന്നു പ്രീതം കോട്ടാൽ. തീർച്ചയായിട്ടും അതൊക്കെ നടത്തി കൊടുത്തേ അദ്ദേഹം പോകുന്ന വാശിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ അദ്ദേഹത്തെ ക്യാപ്റ്റൻ അമ്പാട് കൂടി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒന്നും കൂടി എഫക്റ്റീവ് ആവുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. പ്രീതം കോട്ടാൽ എന്ന നമ്മുടെ പ്രതിരോധത്തിലെ വൻമതിൽ ഈ ആവേശവും ഫോമും എല്ലാം ഈ സീസണിൻ്റെ അവസാനം വരെ ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ സ്പോർട്സ് ഡെസ്ക് ഫുഡ് ആൻഡ് ടൈം.